നിർത്ത് പോലെ ആളുണ്ട്. വള്ളക്കരയ്ക്ക് പോവോ? ഇക്കരെ അക്കരക്കല്ലാതെ പിന്നെ ഇക്കരക്ക് പോകാൻ പറ്റുമോ? ചക്കര ചൂടാവല്ലടാ. ഇതേതാ വഞ്ചിയുടെ ഡ്രൈവറാ? ഓടാ, നീ ഏതാടാ ഇർക്ക? നിന്റെ പ്രസവം ഞാൻ എടുത്തിട്ടില്ലല്ലോ. അതിന് ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ. നിന്റെ അല്ലടാ, നിന്റെ തള്ളയുടെ. തള്ളക്ക് പറഞ്ഞല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യോടാ? ആ വഞ്ചി വിടെ, വഞ്ചി വിടെ. അവന്റെ ആ കൂട്ടുകാരനോട് ചോദിച്ചാൽ അറിയാം അവൾ അവന്റെ എത്രാമത്തെ ഭാര്യയാണെന്ന്. അതാണ് വകുപ്പ്. ഇതിലേ പോയാൽ രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. എനിക്ക് വയ്യ ഇനി ഈ തീക്കളിക്ക്. ഞാൻ ഇവിടുന്ന് പോവുക. എന്നെ കാണാതെ നിനക്കല്ലേ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്തത്? 2 വഞ്ചി കൂടെ കാലി ഔട്ടാ എനിക്ക് വയ്യ. അപ്പൊ ഭാര്യയാണല്ലേ? ക്ഷമിക്കണം. ഒളിഞ്ഞു നോക്കുന്നു. ഞാൻ ഒരു കാര്യം ഒന്നും പറയണ്ട. നിന്റെ ഫോൺ തന്നെ ശരിയാക്കി തരാം. ഈ വശത്തെ ചെവി പഞ്ചറായി. ഇവിടെ ഉണ്ട്. ഇന്ന് ചെവി, നാളെ മൂക്ക്, മറ്റന്നാ കണ്ണ്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നിന്റെ അവയവങ്ങൾ ഓരോന്നായി ഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. സൂക്ഷിച്ചോ ഈശ്വര. മൂത്തവനിളകി, അയാളേതിന് ആണ്ട് എല്ലാത്തിനും ഇളകിപ്പോ. ഒരു വക്കീലിനാവശ്യം തെളിവുകളാണ്. തെളിവുകളില്ലാതെ തൊണ്ടി സഹിതം കയ്യോടെ പിടിച്ചത് നന്നായി വക്കീലേ. ഇനിയെങ്കിലും ഇവനെ ഇവിടെ ഇവിടുന്ന് അടിച്ചിറക്കി പുണ്യാഹം തളിച്ചാലേ ഇവിടെ ശുദ്ധമാകും. മഞ്ചേശ്വരംകാരുമായിട്ടുള്ള നമ്മുടെ വിശ്വാസവഞ്ചന കേസ് ജയിച്ചു. ജയിക്കും. സേതുരാമൻ വക്കീൽ ഏത് കേസ് വാദിച്ചാലും ജയിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ശിക്ഷ ഉറപ്പാ? അതെ, ശിക്ഷ ഉറപ്പാ. കുറ്റം വിശ്വാസവഞ്ചനയല്ലേ, ശിക്ഷിക്കും. ഞങ്ങളെ വഞ്ചിക്കുന്നവരെ കോടതി വെറുതെ വിട്ടാലും ഞങ്ങൾ വെറുതെ വിടില്ല വക്കീലേ. മന്നാടിയാന്മാരെ പറഞ്ഞു പറ്റിക്കാൻ മാത്രം ഒരുത്തനും വളർന്നിട്ടില്ല. കേസ് ജയിച്ച സ്ഥിതിക്ക് ആ ജയം നമുക്കൊന്ന് ആഘോഷിക്കണം. അതാ ഞങ്ങൾ മന്നാടിയാന്മാരുടെ രീതി. പറ, എന്തു വേണം? വെള്ളം വേണ്ട, വരുന്ന വഴിക്ക് ഞാൻ ധാരാളം വെള്ളം കുടിച്ചു. ശരിക്കും കുടിക്കേണ്ടി വരും. തൊണ്ട പൊട്ടി വാദിച്ചതല്ലേ, നല്ല ദാഹം കാണും. വെള്ളത്തിന്റെ കൂടെ ഒരു പെണ്ണും വേണ്ടേ? ലേഡീസ് വേണ്ട മന്നാടിയാർ, ഞാൻ അത്രക്കാരനല്ല. ഞങ്ങൾ അത്രക്കാരാണ് വക്കീലേ. വീരേന്ദ്ര, കൊണ്ടുവാ പെണ്ണിനെ. ഏത് പെണ്ണ്? അതൊന്നും വക്കീൽ അറിയണ്ട. വക്കീൽ ആ പെണ്ണിനെ അനുഭവിച്ചാ മതി. എന്റെ മന്നാടി ഭഗവതി, എന്നെ എങ്ങാനുമാണ് ഇവന്മാര് കണ്ടുവച്ചിരിക്കുന്ന കാലം മാറുന്നോര്. നരേന്ദ്ര, പോയി വിളിച്ചോണ്ട് വേടാ. ശമ്പളക്കാരിയാണെന്ന് പറഞ്ഞ അവളുടെ മേക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. അവളെ തൊട്ടാൽ നിനക്ക് പൊള്ളാൻ കാരണം എന്താണ് പട്ടി? പിടിച്ച് കെട്ടടാ ഈ പട്ടിയെ. തൊട്ടുപോകരുത്, കൊന്നുകളയും ഞാൻ. നിങ്ങളുടെ പെങ്ങളെ തൊട്ടപ്പോ നിനക്കൊക്കെ എവിടെയൊക്കെ പൊള്ളിയോ അവിടെയൊക്കെ തന്നെയാണ് എനിക്കും പൊള്ളിയത്. നിങ്ങൾ മാത്രമല്ല പെങ്ങൾക്ക് കാവലിരിക്കുന്നവർ. ലോകത്ത് മന്നാടിയാന്മാർ മാത്രമല്ല പൊന്നാങ്ങളമാർ, വേറെയും ആങ്ങളമാരുണ്ടെന്ന് അറിഞ്ഞോ? പെങ്ങളെ മാനത്തിന്റെ വില മാളികയിലും കുടിലും ഒന്നാടാ. ഇവളെന്റെ പെങ്ങളാ. മതി മന്നാടി സേവ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. നിൽക്കണ്ട, എന്നാലും ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. തുറക്കവിടാ. വേണ്ട, പോവാൻ തീരുമാനിച്ച പിന്നെ പഴക്കം തന്നെ എന്തിനാ? മന്നാടിയാന്മാർ നാറികളാണെങ്കിലേ ഞാൻ പരമനാറിയാ. നീ കയ്യിൽ നിന്ന് വിടും.
എങ്കി ഓടാ. തർക്കിച്ച് തടിതപ്പാവെന്ന് കരുതണ്ട. തല ഇവിടെ വെട്ടിവെച്ചിട്ട് പോകുന്നു, അതോ ഞാൻ വെട്ടണോ? ആർച്ചെ പറ്റിച്ചാൽ ഞങ്ങൾ സഹിക്കത്തില്ലടാ. ചതിച്ചവന്മാരെ ചതയ്ക്കാതെ വിട്ടാൽ മന്നാടിയാർമാർക്ക് ഉറക്കം വരില്ലടാ. MBBS ഡോക്ടറാണെന്ന് പറഞ്ഞ് നീ ഇവളെ കൊണ്ട് മന്നാടിയാർമാരുടെ മേളിൽ ചെളിവാരി പോത്തി അല്ലടാ ചെറ്റെ. പൊത്തി. വണ്ണം കുറയ്ക്കാൻ വീരേന്ദ്ര മന്നാടിയാരെ നീ വട്ട ഓടിച്ചില്ലടാ വഞ്ചക. ഓടിച്ചു. ഞങ്ങളുടെ പാവ ആർച്ചയെ കൊണ്ട് നീ പാവയ്ക്കാതെ കുടിപ്പിച്ചില്ലടാ പാവി. കുടിപ്പിച്ചു. ആർച്ചയെ കൊണ്ട് ഇനിയും പാവയ്ക്കാൻ നേരം ഞാൻ കുടിപ്പിക്കും. കുടിപ്പിക്കോ? വീരേന്ദ്ര മന്നാടിയാരെ കൊണ്ട് ഇനിയും ഞാൻ ഓടിപ്പിക്കും. നീ ഓടിപ്പിക്കോ? ചെളിയല്ല, ചാണകം വരെ തേപ്പിക്കും. നീ ചാണകം തേപ്പിക്കോ? കുറ്റസമ്മതം നടത്തി തടിതപ്പാമെന്ന് നീ കരുതണ്ട. ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മന്നാടിയന്മാരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. അടിച്ച് ചെള്ള പൊട്ടിക്കടാ. ആരെ? ഈ പന്നി ആങ്ങളെയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയില്ലെങ്കിൽ പൊട്ടിച്ചു കളയടാ ഇവന്റെ ഈ കണ്ണ്. അയ്യോ, കണ്ണു പൊട്ടിച്ചാ ഞാൻ എങ്ങനെ ഉറങ്ങും മന്നാടിയാരെ? നിർത്തടാ. പെങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ആങ്ങളമാരെ ഞങ്ങൾ മന്നാടിയാന്മാർക്ക് പെരുത്തിഷ്ട. ആങ്ങളെയും പെങ്ങളെയും ഞങ്ങൾക്ക് ബോധിച്ചു, നന്നായി ബോധിച്ചു. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തു. ഒരു ആക്സിഡന്റിൽപ്പെട്ട് മനസ്സിന്റെ സമനില തെറ്റിപ്പോയ മഞ്ജുവിനെ വിശ്വസിച്ചേൽപ്പിക്കാൻ ഈ ഭൂമിയിൽ എനിക്ക് മറ്റാരുമില്ല. മന്നാടിയാർ ഞങ്ങളെ ഇറക്കി വിടരുത്. വേണ്ട, ആങ്ങളെയും പെങ്ങളും ഇനി ഒരിടത്തും പോണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. അപ്പൊ ഈ ഫോട്ടോ ഫോട്ടോ കൊണ്ടുപോയി വക്കീലിനെ മുറി ഫ്രെയിം ചെയ്ത് വെക്കടാ. നിന്റെ അയ്യേ. എല്ലാരും പോ. ഈശ്വര സാർ, ഈശ്വരനിപ്പോ എന്റെ കൂടെ. ഈ സേതു വിചാരിച്ചാൽ ബ്രഹ്മന് പോലും തടുക്കാനൊക്കില്ല. പിന്നെയാണോ നീ ഫോട്ടോ ഫ്രെയിം ചെയ്ത് റൂമിൽ തൂക്കണം? തല്ലാൻ പോയവര് തലോടി വന്ന എന്തിനാണെന്ന് ആർച്ചു ചോദിച്ചാൽ ഉത്തരം പറയും. അതൊരു കളിയാടാ. നീ ഇനി കണ്ടോ പൂരം? ഓ പൂരം. എന്താ പല പ്രാവശ്യം ചോദിച്ചിട്ടും താൻ ഒന്നും പറഞ്ഞില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ ഉടനെ സ്വന്തമാക്കുന്ന സ്വഭാവമാണ് എൻ്റേത്. തന്നെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഈ ജീപ്പിൽ കയറിയിരിക്കാം. ജീവിതത്തിൽ എന്നും ഞാൻ തന്നോടൊപ്പം ഉണ്ടാവും. എന്താ പറ? ജീപ്പ്, അതേ ജീപ്പ്. മർമണി, ആ ജീപ്പിൽ പോയത് ആരാ? ഇവിടുത്തെ ഇളയ കുഞ്ഞ രാജേന്ദ്ര മന്നാടിയ, ബാംഗ്ലൂർ കച്ചവട. രാജേന്ദ്ര മന്നാടിയാർ അല്ലേ? അതെ. എന്താ? എന്നെ അറിയോ? നീ തട്ടിക്കളിച്ച് ജീവിതം തകർത്ത മഞ്ജുവിനെ ഓർമ്മയുണ്ടോ? മഞ്ജുവിന്റെ ചേട്ടൻ? എന്താ നിനക്ക് ഓർമ്മയുണ്ടല്ലേടാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് എന്നെ വിട്. ഞാനാണ് പറഞ്ഞത്. വക്കീലാണ് പറയുന്നത്. കഷ്ടമായത് എന്നെ അടിക്കാനല്ല, ആ രാജേന്ദ്ര മന്നാടിയാരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നു. ആരാടാ ഞങ്ങളുടെ അനിയനെ തൊട്ടത്? തൊടുകയല്ല, തൊഴിച്ചോണ്ടിരിക്കുകയാണ് ആ വക്കീല്.
എടാ എവിടെയാ അവൻ? ഞങ്ങളുടെ അനിയനെ തൊട്ടവൻ എവിടെയാണ്? വക്കീലേ എവിടാ അവൻ? ഇവിടെ വെച്ചായിരുന്നല്ലോ അത്. മന്നാടി ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി അവന്മാര് തല്ലി ചത്തോളും. പ്രേതവിചാരണയ്ക്ക് പോയാ മതി. പറയടാ, ആ സേതുരാമൻ എവിടെ? ഞാൻ പറയാം. അടിച്ചു ജയിച്ച ചേകവരായിട്ട് അവൻ പോയടാ മന്നാടി വീട്ടിലേക്ക്. ആണുങ്ങളായിട്ട് മീശയും വെച്ച് നടക്കുന്നു. ഫ്. ഞങ്ങളുടെയൊക്കെ പേരെടുത്ത തള്ളയാണെന്ന് കരുതിയാ വെതച്ചാളെ ഞാൻ. ഓടാ. വീരേന്ദ്ര വേണ്ട, ജീപ്പ് എടുക്കടാ. ഇങ്ങനെ അടിച്ചു മരിക്കാനാണ് മന്നാടിപുരത്തേക്ക് വന്നത്. അവനെ തിരയുകയായിരുന്നു ഇത്രയും കാലം. രാജേന്ദ്രന്റെ ചേട്ടന്മാരറിഞ്ഞാൽ അറിയട്ടടി, അല്ലെ അറിയിപ്പിക്കും. കൈക്കരുത്ത് മന്നാടിയാന്മാർക്ക് മാത്രം സ്വന്തമല്ല, രണ്ടിലൊന്നിന്ന് അറിയും. അങ്ങോട്ട് അടി കൊടുത്ത പാരമ്പര്യമേ ഉള്ളൂ മന്നാടിയന്മാർക്ക്. ആദ്യമായിട്ട് ഇളയാങ്ങൾ ആ പതിവ് തെറ്റിച്ചു. ഛെ, കേട്ടെ, അവൻ എന്നെ കൊന്നാലും എനിക്ക് പരാതിയൊന്നുമില്ലടി. ആർച്ചയ്ക്ക് ഇങ്ങനെ ഒരു ആങ്ങള ഉണ്ടായിപ്പോയല്ലോ. ചവിട്ടി പൊടിക്കടാ. ഇറങ്ങടാ പുറത്ത്. വാടാ. മന്നാടിയാമ്മരുടെ മാനം കപ്പല് കയറ്റി അയച്ച ഇവൻ ഈ കരയിൽ ഇനി ജീവിക്കണ്ടോ? ഞങ്ങളുടെ പൊന്നണിന്റെ തൊട്ട് കളിക്കാൻ എവിടെ നിന്നാണ് ഇത്ര കരുത്ത്? എന്തിനാ അനിയനെ തല്ലിയത്? അവനോട് നിനക്ക് എന്താണ് ബന്ധം? പറയടാ. ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാണ്. നിങ്ങൾ ആരും ഇടപെടണ്ട. ഇടപെട്ടാൽ ഇടപെട്ടാൽ നീ എന്ത് ചെയ്യുമടാ? അവൻ അവസാനിപ്പിക്കണം. ഇതല്ലേ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ചോരയാണെങ്കിൽ ഞാൻ പറയുന്നത് കേക്ക്. കേറി പോകത്ത്. രാജേന്ദ്ര, അതെ, നിങ്ങളുടെ അനിയൻ രാജേന്ദ്ര മന്നാടിയാർ തന്നെയാ പറയുന്നത്. സേതുവിനോട് തെറ്റിയത് ഞാനാ. സേതുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതേ സംഭവിക്കൂ. തെളിച്ച് പറയടാ. ഞാൻ പറയാം. വലിയേട്ടാ, ഈ നിൽക്കുന്ന നമ്മുടെ ചെറിയ ആങ്ങളയ്ക്ക് ഇയാളുടെ അനിയത്തി പെണ്ണിനോട് പ്രേമമാ. ആ ഇഷ്ടം അറിഞ്ഞ ഉടനെ ഞാനാണ് അവളെ ജീപ്പ് പിടിച്ച് കൊല്ലാൻ നോക്കിയത്. എടി ഭയങ്കരി, നിർത്താൻ. എനിക്കിപ്പോഴും മഞ്ജുവിനെ ഇഷ്ടമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, മഞ്ജുവിന് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കൂ. ആരെതിർത്താലും ശരി. വലിയേട്ടാ, നോക്കി നിൽക്കാൻ രണ്ടിനും പടി ഇറക്കി വിട്. മതി ഇയാളുടെയും പെങ്ങളുടെയും സേവനം ഇവിടെ. എനിക്ക് മതിയായിടി. ഈ മണ്ടന്മാരായ മൂന്നാളുമാരെ പറഞ്ഞനുസരിപ്പിക്കുന്ന പോലെ ലോകത്തുള്ള എല്ലാ ആണുങ്ങളുടെയും മേക്കിട്ട് കയറാവുന്ന നിനക്കൊരു ധാരണയുണ്ട്. പക്ഷെ സേതുരാമനോട് അത് വേണ്ടടി. നീ വാ. നിക്ക്. പണ്ടൊരു തീരുമാനമെടുക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി. ഇപ്പൊ ഈ നിമിഷം ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു. നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ വരാൻ തയ്യാർ. പോകണം. നീ പോകടാ. നിർത്താൻ. നീ വരണ്ടടാ. നിനക്കുമാരുടെ കൂടെ ജീവിക്കാനുള്ള യോഗമില്ല. ഈ നിൽക്കുന്ന മൂദേവിയുടെ കൽപ്പനകൾ അനുസരിച്ച് കൂലിത്തല്ലുകാരായി മരിക്കാനാണ് നിന്റെയൊക്കെ വിധി. ഏയ്, ഏട്ടന്മാരുടെ 3 ഭാര്യമാരെ നാട് കടത്തിയ മഹാറാണിയുടെ വീട്ടിലേക്ക് എന്റെ പെങ്ങളെ ഞാൻ പറഞ്ഞു വിടില്ലടാ. തന്നെ എനിക്കറിയാം. താൻ നല്ല ഐശ്വര്യമുള്ള വക്കീലല്ലേ. താൻ എന്നവിടെ കാലുകുത്തിയോ അന്ന് മുതൽ ആ മന്നാടിയാന്മാർ മുടിയാൻ തുടങ്ങി. കുളം കലക്കിയ നിലയ്ക്ക് വറ്റിച്ച് മണ്ണിട്ട് മൂടിയിട്ട് ഇറങ്ങി പോതാ മതിയായിരുന്നില്ലേ ആങ്ങളയ്ക്കും പെങ്ങൾക്കും? എന്തോ ആ നിക്ക്. മഞ്ജു എങ്ങോട്ടും പോകുന്നില്ല. ഈ മന്നാടിപുരം മണ്ണ് ഈ രാജേന്ദ്ര മന്നാടിയാർക്കും കൂടി അവകാശപ്പെട്ടതാ. മഞ്ജു പോകണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. അവളുടെ ചേട്ടൻ സേതു. അതെ, സേതു തന്നെയാണ് പറയുന്നത്. 3 മന്നാടിയാന്മാരുടെ എടുത്തിയാട്ടക്കാരിയായ ഒരു പെങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരുത്തനെ എന്റെ പെങ്ങൾക്ക് വേണ്ട. മന്നാടി തറവാടുമായുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടറിഞ്ഞിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. ഞാൻ എവിടെ വേണമെങ്കിലും വരാൻ തയ്യാർ. ഒളിച്ചോടി പോയൊരു കല്യാണം അല്ലേ? ഞാൻ അതിനില്ല. ഈ മന്നാടിപുരം മണ്ണിൽ വെച്ച് 4 ആൾ കാണുക ഇവളുടെ കഴുത്തിൽ താലി കെട്ടാമോ? ഞാൻ തയ്യാർ. രാജേന്ദ്ര ജീപ്പിക്കാറ്. വലിയേട്ടൻ ഞാൻ വലിയേട്ടൻ എവിടെന്നോ വന്നൊരു പെണ്ണിനെ കണ്ടപ്പോ നമ്മുടെ കുടുംബത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചിറങ്ങി പോയവനാ നീ. മോനെ, നാട്ടുകാരുടെ മുൻപിൽ ഈ വലിയേട്ടനെ നാണം കെടുത്തരുത്. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് നീ നശിപ്പിക്കരുത്. മന്നാടിയാമാരുടെ കല്യാണം മന്നാടി വീടിന്റെ മുറ്റത്താ. വാ, അവളെ വിളിച്ചോ. മന്നാടി കല്യാണം മന്നാടി മുറ്റത്ത് വെച്ച് തന്നെ നടത്തിക്കൂ. പക്ഷെ ആ കല്യാണ പന്തലിൽ എന്റെ അനിയത്തി വധുവായിരിക്കില്ല. മന്നാടി ചന്തയെന്ന് പ്രതാപം കാട്ടി വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചരക്കല്ല എന്റെ പെങ്ങള്. നിന്റെ പെങ്ങൾ ആരടാ? അപ്സരസോ? അതെ, എന്റെ പെങ്ങൾ എനിക്ക് അപ്സരസ. നിന്റെ പെങ്ങളെ ഇവന് കിട്ടാൻ ഞങ്ങൾ എന്ത് തരണം? എന്റെ പെങ്ങളെ മന്നാടി പന്തലിൽ വെച്ച് നിങ്ങളുടെ അനിയൻ താലി കെട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചേരണം. ഒരു മാറ്റ കല്യാണത്തിന് തയ്യാറാണോ? നീ എന്താ ചോദിച്ചെന്ന് നിനക്കറിയോ? ഞങ്ങളുടെ കരളാവള്. നിങ്ങളുടെ ആ കരള തന്നെയാ എനിക്കും വേണ്ടത്. ഇല്ലെങ്കിൽ മന്നാടിയാന്മാർക്ക് ഇങ്ങനെ ഒരു അനിയൻ ജനിച്ചിട്ടില്ലെന്ന് കൂട്ടിക്കോ. 24 മണിക്കൂർ സമയം തരുന്നു. ആലോചിച്ച് പറഞ്ഞാ മതി. അതുവരെ ഈ താലി എന്റെ പെങ്ങളുടെ കഴുത്തിൽ നിങ്ങളുടെ അനിയൻ കെട്ടില്ല. അതുപോലെ ഓ ചെന്ന് ചോദിക്ക് സമ്മതമാണോന്ന്. കലക്കി വക്കീലെ, കലക്കി. ഇവന്മാർ ആണുങ്ങളെ